തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിൽ വലിയ ആളുകൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ച 10 ആളുകളെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. 5 ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കിയ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അതെല്ലാം സമാഹരിച്ചുകൊണ്ട് ഒരു കാവ്യം ഉണ്ടാക്കി. തകല്ലമ ഫിൽ മഹദി അന്നബിയു മുഹമ്മദു വയഹ്യാ വഈസാ വൽ ഖലീലു വമർയമു. തകല്ലമ ഫിൽ മഹദി, തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. ഉദ്ദേശം ആ പ്രായമാണ്. അന്നബിയു മുഹമ്മദുൻ, ഒന്നാമത്തേത് പ്രവാചകനായ നമ്മുടെ നബി അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിതങ്ങൾ പ്രസവിച്ച ഉടനെ തന്നെ സംസാരിച്ചു. സംസാരിച്ചത് എന്താണ്? വഅവ്വലു കലാമിൻ തകല്ലമ ബിഹി അൻ ഖാൽ. സീറത്തുൽ ഹൽബിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു, ചരിത്രത്തിന്റെ കുലപതിയായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, നബിതങ്ങൾ ആദ്യമായി സംസാരിച്ചത് പ്രസവിച്ച് വീണ ഉടനെ തന്നെ ഒരു തക്ബീർ ചൊല്ലി. സന്തോഷവേളയിൽ നമ്മളൊക്കെ ചൊല്ലുന്ന തക്ബീറാണ്. അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. ഇതാണ് നബിതങ്ങൾ ആദ്യമായി ചൊല്ലിയ ദിക്ർ. ഭൂമി ലോകത്തേക്ക് വന്ന ഉടനെ നബിതങ്ങൾ ചൊല്ലിയ ദിക്റായിരുന്നു ഇത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ചരിത്രത്തിൽ. അപ്പോൾ ഒന്നാമത്തേത് പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വയഹ്യാ വഈസാ വൽ ഖലീലു വമർയമു. രണ്ടാമത്തേത് യഹ്യാ നബി അലൈഹിസ്സലാമാണ്. യഹ്യാ നബി ലഹാഖ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം സഅലബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്ന യഹ്യ ഇബ്ന സക്കരിയ, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ യഹ്യ അലൈഹിസ്സലാം തകല്ലമ ഫിൽ മഹദി, തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ദലായിലിന് എഴുതിയ അബ്ദുൽ മുഅ്തിയുടെ ഒരു തഅലീഖ് കാണാം. അതിലാണ് ഇത് രേഖപ്പെടുത്തിയത്. ഫതകല്ലമ വഹുവ ഇബ്നു 3 സിനീന, 3 വയസ്സ് പ്രായമുള്ള സമയത്താണ് യഹ്യാ നബി അലൈഹിസ്സലാം സംസാരിച്ചത്. ഖാല ലഈസ, ഈസ അന്നത്തെ പ്രവാചകനായിരുന്നു. ആ ഈസാ നബിയോട് പറഞ്ഞു, അശ്ഹദു അന്നക അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ അല്ലാഹുവിൻ്റെ ദൂതനും അല്ലാഹുവിൻ്റെ അടിമയും പ്രവാചകനുമാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുന്നു എന്നർത്ഥം പറയുന്ന കലിമത്ത്. ഇതാണ് ആദ്യമായി യഹ്യാ നബി അലൈഹിസ്സലാം സംസാരിച്ചത്. മൂന്നാമത്തേത് ഈസാ നബി അലൈഹിസ്സലാമാണ്. ഈസാ നബിയുടെ സംഭവം വളരെ പ്രസിദ്ധമാണ്, വിശാലമായി സംസാരിക്കുന്നില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കാതെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് ഊതിയാണ് ഗർഭമുണ്ടായത്. അതിൽ പ്രസവിക്കപ്പെട്ട കുട്ടിയാണ് ഈസാ നബി അലൈഹിസ്സലാം. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹക്ക് കുറേ കാലമായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പടച്ചോനെ, എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകനായി ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു. പരിചാരകനായി ഞാൻ നേർച്ചയാക്കും എന്ന് പറഞ്ഞു. കുട്ടി ഉണ്ടായി നോക്കിയപ്പോൾ അത് പെൺകുട്ടിയായിരുന്നു. അപ്പം നേർച്ച അങ്ങനെ തന്നെ കൂട്ടണമല്ലോ. അങ്ങനെ അന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകനായ അന്നത്തെ ഇമാം സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഒരു പള്ളിയുടെ ഒരു ഓരത്ത് ചെറിയ ഒരു ടെൻ്റൊക്കെ കെട്ടി നല്ല നിലയിൽ തന്നെ അവിടെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ യുവതിയായി മാറിയപ്പോൾ, പ്രായപൂർത്തിയായപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമീപിച്ചുകൊണ്ട്
മാറത്ത് ഒരു തൂതി. ഇതെല്ലാം ഖുർആൻ പറയുന്ന സംഭവങ്ങളാണ്. അങ്ങനെ അതിലൂടെ ഗർഭം ചുമന്ന് ഉണ്ടായ കുട്ടിയാണ് ഈസാ നബി അലൈഹിസ്സലാം. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, അയ്യേ മറിയമേ, ഇത് നല്ലൊരു തറവാട്ടുകാരിയായിരുന്നല്ലോ, പറയിപ്പിച്ചു നീ കേട്ടോ. ഇത്രയും നല്ല കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു വ്യഭിചാരിയായ പെണ്ണ് കടന്നു വന്നിട്ടില്ല, വളരെ മോശമായിപ്പോയി. അങ്ങനെ പറഞ്ഞപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനങ്ങളോട് പറഞ്ഞു, ആ കുട്ടിയോട് ചോദിക്കും എന്താ സംഭവം. ഖാലു, അവർ ചോദിച്ചു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹദി സബിയ്യ. ഖുർആനിലുള്ള വാക്കാണിത്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എന്ത് സംസാരിക്കാനാണ്, വിടുവായിത്തം പറയാല്ലാതെ. ഖാല, അപ്പോൾ കുട്ടി പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. കേട്ടോ, ഞാൻ അല്ലാഹുവിൻ്റെ ദാസനാണ്, എനിക്ക് അല്ലാഹു തആല ഗ്രന്ഥം നൽകിയിട്ടുണ്ട്, ഞാൻ ഒരു നബിയാണ്. വജഅലനി മുബാറകൻ ഐനമാ കുൻതു, ഞാൻ എവിടെയാണെങ്കിലും അവിടെ ബർക്കത്തുണ്ടാകും. വൗസ്വാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിസ്കാരം കൊണ്ടും സകാത്ത് കൊണ്ടും അല്ലാഹു എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. വബർറൻ ബിവാലിദതി, എൻ്റെ മാതാവിന് ഗുണം ചെയ്ത് ജീവിക്കാനും അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വലം യജഅൽനി ജബ്ബാറൻ ശഖിയ, ഞാൻ ഒരിക്കലും ഒരു സ്വേച്ഛാധിപതിയല്ല. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബഅതു ഹയ്യാ, ഞാൻ പ്രസവിച്ച ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും എനിക്കൊരു പുനർജന്മം ഉണ്ടാകുന്ന ദിവസമുണ്ട്, അന്നും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും എനിക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. ഉമ്മ ഒരിക്കലും തന്നെ വ്യഭിചാരിയല്ല, ഞാനൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി വെളിവാക്കി സംസാരിച്ചു എന്നാണ്. 3 പ്രാവശ്യം ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ കുട്ടികൾ സംസാരിക്കുന്ന പ്രായമെത്തിയപ്പോൾ പിന്നെ ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചിട്ടുമില്ല, കുറച്ചും കൂടി താമസിച്ചാണ് പിന്നീട് സംസാരിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഏതായിരുന്നാലും മൂന്നാമത്തേത് ഈസാ, നാലാമത്തേത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇമാം ബഗവി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, പ്രസവിച്ച സമയത്ത് തന്നെ സംസാരിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഭൂമിയിലേക്ക് ഉമ്മ അങ്ങ് പ്രസവിച്ചപ്പോൾ ഇസ്തവാ ഖായിമൻ അലാ ഖദമൈഹി, 2 കാലിൽ നിന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെറിയ കുട്ടിയായ പ്രായത്തിൽ. വഖാല, എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. ചരിത്രത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ ഇബ്രാഹിം നബിക്ക് മുമ്പ് ഇബ്രാഹിം നബിക്ക് ശേഷം എന്ന രൂപത്തിലാണ് പറയാം. 1,24,000 പ്രവാചകന്മാരുണ്ടെങ്കിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ പ്രവാചക കുടുംബത്തിൽ അത്രയും ഒരു ആണിക്കല്ലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പ്രസവിച്ച ഉടനെ ചൊല്ലിയതുപോലെയുള്ള അതേ ദിക്ർ, അതുപോലത്തെ ഒരു ദിക്ർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നേരത്തെ ചൊല്ലി. വീണ്ടും മഹാനായ ഈസാ നബി അലൈഹി സുയൂത്തി ഇമാമ പാടുകയാണ്, ഷാഹിദു യൂസുഫിൻ വത്ഫുലുൻ ലദൽ ഖുദൂദി യർവീഹി മുസ്ലിമോ. അഞ്ചാമത്തേത് തൊട്ടിലിൽ വെച്ച് സംസാരിച്ച 5-ാമത്തെ ആള് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ നിരപരാധിത്വം തെളിയിച്ച കുട്ടിയാണ്. ഇത് നമ്മളൊരിക്കൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. 5-ാമത്തേത് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ നിരപരാധിത്വം തെളിയിച്ച കുട്ടി. ജുറൈജ് റളിയല്ലാഹു അൻഹു ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മലയുടെ മുകളിൽ ഒരു ടെന്റ് കെട്ടി
ഇബാദത്ത് ചെയ്തു കൂടുകയായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഉമ്മ വന്ന് വിളിച്ചു, വിളി കേട്ടില്ല. ഉമ്മാൻ്റെ മനസ്സ് വേദനിച്ചു. 3 പ്രാവശ്യം വിളിച്ചു, അപ്പോഴൊന്നും വിളി കേട്ടില്ല. ഉമ്മാൻ്റെ മനസ്സ് വേദനിച്ചു. അതിനുള്ള പരീക്ഷണം കൊടുക്കണേ പഠിച്ചോനെ എന്ന് പറഞ്ഞ് ഉമ്മ ദ്വാരന്ന് പോയി. അവസാനം ഒരു പെണ്ണ് ഈസാ നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയതാണ് ഈ കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ പിടിച്ചു വന്നു. നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി ടെൻ്റൊക്കെ അടിച്ച് പൊളിച്ചു. വലിയ പ്രശ്നമുണ്ടായി. ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ ഒരു 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം വേണം. അങ്ങനെ മഹാനവറുകൾ നിസ്കരിച്ച് വന്നിട്ട് പറഞ്ഞു, ആ കുട്ടിയെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ആ കുട്ടിയുടെ പുക്കിളിൽ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, കുട്ടി നിന്റെ വാപ്പയാരാണെന്ന് പറയണം. ആ സമയത്ത് ആ കുട്ടി പറഞ്ഞ ഒരു വാക്കുണ്ട്, നിന്റെ വാപ്പ ഇന്നാലിന്ന ആട്ടിടയനാണ്, ഇദ്ദേഹമല്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം മഹാന്മാരായ സഹാബത്തിന് വിവരിച്ചു കൊടുത്തു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി. അപ്പൊ ഇതാണ് 5-ാമത്തേത്. ومبري جريج ثم شاهد يوسف وطفل لدى الخدود يرويه مسلم. 6-ാമത്തേത് മറിയം ബീബി റളിയല്ലാഹു അൻഹയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹ. 7-ാമത്തേത് ഷാഹിദ് യൂസുഫിൻ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് സാക്ഷി നിന്ന ഒരു കുട്ടി, ചെറിയ തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടി. കാന തിഫ്ലൻ സഗീറൻ ഫിൽ മഹ്ദ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതുപോലെ അനേകം പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഒരു സംഭവം കാണാം. കാന ഉംറുഹു ശഹ്റൈൻ, 2 മാസം പ്രായമുള്ള സമയത്ത് സംഭവിച്ചതാണിത്. അതെന്താണ്? യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിലെറിഞ്ഞ് അവസാനം ഒരു അടിമയായി ഉക്കാദ ചിന്തയിൽ കൊണ്ടുപോയി വിറ്റു. അങ്ങനെ ഈജിപ്തുകാരൻ വാങ്ങിക്കൊണ്ടുപോയി അന്നത്തെ മന്ത്രിയുടെ വീട്ടിലേക്കാക്കി. സുലൈഖ എന്ന് പറയുന്ന പെണ്ണിന് യൂസുഫിനോട് വലിയ ഇമ്പം തോന്നി. അങ്ങനെ ഒരു നാൾ സുലൈഖ കടന്നു പിടിക്കാൻ വേണ്ടി യൂസുഫിൻ്റെ പിന്നാലെ കൂടി. യൂസുഫ് നബി അലൈഹി സ്വലാം നബിയായിട്ടില്ല. അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടുന്ന സമയത്താണ് രാജാവ് വരുന്നത്. അല്ല, എന്താ പരിപാടി? അപ്പോൾ ചിത്രം മറിച്ചിട്ടു. എന്തൊരു ബടക്ക് സാധനത്തിനാണ് നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവന്നത്? പടച്ചോനെ, എനിക്കിവിടെ സ്വൈര്യമായിട്ട് നിൽക്കാനും വയ്യ. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ കൺഫ്യൂഷനായി. സത്യത്തിൽ എവിടെയാണ് തെറ്റ്? അപ്പോൾ അവിടെ കിടക്കുന്ന തൊട്ടിലിൽ കിടക്കുന്ന ഒരു ചോര പൈതലുണ്ടായിരുന്നു. ആ പൈതൽ പറഞ്ഞു, ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുൻഭാഗം, ഡ്രസ്സിന്റെ മുൻഭാഗം കീറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം യൂസുഫ് നബി അലൈഹി ഇസ്ലാം അങ്ങോട്ട് ചെന്നതാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പിൻഭാഗം കീറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം യൂസുഫ് അലൈഹി ഇസ്ലാം നിരപരാധിയാണ്, കടന്നാക്രമണം നടത്തിയതാണ്, ഒന്ന് പരിശോധിക്കൂ എന്ന് പറഞ്ഞത് ഈ ചെറിയ കുട്ടിയായിരുന്നു. പരിശോധന നടത്തിയപ്പോൾ പിൻഭാഗമാണ് കീറിയത്. പിന്നിൽ കീറണമെങ്കിൽ മനസ്സിലായല്ലോ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിൽ നിന്ന് അകന്നു ഓടുകയായിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ നിരപരാധിത്വം തെളിയിച്ച ഈ കുട്ടിയാണ്. മാത്രമല്ല ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ള കുട്ടിയാണ്. മറ്റൊരു കുട്ടി അതേതാ? ഒരു നാട്ടിലുള്ള ആളുകൾ വിശ്വാസികളായപ്പോൾ നമ്മൾ ഒരു സംഭവം പറഞ്ഞിരുന്നു. ഒരു ബാലന്റെ കഥ. സിഹിർ പഠിപ്പിക്കാൻ വേണ്ടി രാജാവിനോട് ചോദിച്ചു വാങ്ങിയ ഒരു കുട്ടി. അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു പുരോഹിതന്റെ അരികിൽ നിന്ന് കുറേ വിവരങ്ങൾ മനസ്സിലാക്കി അല്ലാഹുവിലുള്ള വിശ്വാസം നേടിയെടുത്തു. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. ആ കുട്ടിയെ കൊന്നപ്പോൾ കുറേ ആളുകൾ മുസ്ലിങ്ങളായി. ഞങ്ങളും ആ കുട്ടി വിശ്വസിക്കുന്ന അല്ലാഹുവിലാണ് വിശ്വസിക്കുന്നത്. ഈ സംഭവം നമ്മൾ വിശദമായി പറഞ്ഞതാണ്.
അങ്ങനെ ഏതായിരുന്നാലും രാജാവ് പിന്നീട് ഈ കുട്ടിയുടെ വിശ്വാസം ഉൾക്കൊണ്ട മുഅ്മിനീങ്ങളായ ആളുകളെയൊക്കെ കൊല്ലാൻ തീരുമാനിച്ചിട്ടൊരു കിടങ്ങുണ്ടാക്കി. ആ കിടങ്ങിലേക്ക് നീ എന്താണ് എൻ്റെ മതം അംഗീകരിക്കുന്നോ അതോ? അവൻ പറയുന്ന അള്ളാഹുവിനെ അംഗീകരിക്കുന്നു. ഞാൻ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു. അവനെ പിടിച്ച് തീയിലിട്ടു. അങ്ങനെ ഓരോരുത്തരെയും തീയിലിട്ടപ്പോൾ അവസാനം ഒരു കുട്ടിയെ ഒക്കത്ത് പിടിച്ചു വന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ പേടിച്ചിട്ട് ഈ ഉമ്മ വിചാരിച്ച് പടച്ചോനെ ഈ കുട്ടിയും കൂടി അതിലേക്ക് ചാടുകയാണല്ലോ. അപ്പോൾ പറഞ്ഞു, ഉമ്മ ഇത് താൽക്കാലികമായ ഒരു ചൂടാണ്, ഒരു തീയാണ്. ഇതിൽ നിങ്ങൾ അങ്ങ് ചാടിയാലും ചാടുന്നത് സ്വർഗത്തേക്കാണ്, ധൈര്യമായിട്ട് ചാടിക്കൊള്ളി. എന്നെ വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇതാണ് ആ കുട്ടി. മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിലുള്ള കുട്ടി. ഇമാം ബുഖാരി ഉദ്ധരിച്ച വേറെ ഹദീസിൽ കാണാം. ആ ഹദീസിലുള്ളതാണ് മറ്റൊരു കുട്ടി. അതേതാ? നല്ല ഒരു യുവാവ്. ആ യുവാവ് ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ സവാരി ചെയ്ത് ഇങ്ങനെ മിന്നിച്ചങ്ങോട്ട് പോകുമ്പോൾ ഉമ്മ ഒരു കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാല് ഒടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അടിച്ചാപൊളി ചെക്കനെ കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു, പഠിച്ചോനെ അവനെപ്പോലെ എൻ്റെ ഈ കുട്ടിയെയും ആക്കണം. എന്തൊരു ഭംഗിയുണ്ട് അവൻ്റെ ആ പോക്കും യാത്രയും മുടിയും. അപ്പോൾ ഈ കുട്ടി പാല് കുടിക്കുന്ന കുട്ടി അത് വിട്ടിട്ട് പറഞ്ഞു, പഠിച്ചോനെ എന്നെ അതുപോലെ ആക്കല്ലേ. പിന്നെ വേറെ ഒരു പെണ്ണ്, ആ പെണ്ണിനെ നാട്ടുകാരൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് കട്ടവളെ, മോഷ്ടിച്ചവളെ, വ്യഭിചരിച്ചവളെ, തമ്മാടിച്ചെന്നൊക്കെ പറഞ്ഞിങ്ങനെ അടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഉമ്മ പറഞ്ഞു, പഠിച്ചോനെ ഈ പെണ്ണിനെ പോലെ എന്നെ ആക്കൽ, എൻ്റെ കുട്ടിയാക്കല്ലേ. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, പഠിച്ചോനെ ആ പെണ്ണിനെ പോലെ എന്നെ സ്വാലിഹാക്കണേ. സത്യത്തിൽ ആ പെണ്ണ് നിരപരാധിയായിരുന്നു, വെറുതെ ആരോപണം പറഞ്ഞുകൊണ്ടാണ് അടിക്കുന്നത്. അപ്പോൾ ആ പെണ്ണ് സ്വാലിഹത്തായ ഒരു പെണ്ണാണ്. ആ പെണ്ണ് പോലെ എന്നെ ആക്കണേ എന്ന് പറഞ്ഞു. നിസ്കരിക്കാൻ ആൾ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. അല്ലാഹു തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه